ദൈവിക സമാധാനത്താൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്കിങ്ങനെ വായിക്കുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളും. അതെ, ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ, മാനുഷികമാകുന്ന വാക്കുകൾ നമ്മുടെ വിശ്വാസത്തെയും ഉത്സാഹത്തെയും ഒക്കെ കെടുത്തിക്കളഞ്ഞ് വലിയ മടുപ്പിലേക്ക് കൊണ്ടുപോകുവാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കുവാൻ, അതിനെ മറികടക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. അത് കർത്താവായ യേശുവാണ്. ഈ അധ്യായത്തിൻ്റെ തന്നെ 2-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമാകുന്ന യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ച് സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും സ്വർഗസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. എന്താണ് യേശുവിൻ്റെ മുമ്പിൽ വെച്ച സന്തോഷം? അത് മാനവജനതയുടെ രക്ഷയാണ്. ആ രക്ഷയ്ക്കായിട്ട് താൻ കൊടുക്കേണ്ടത് വില വലുതാണ്. നിന്ദയാണ്, അപമാനമാണ്, ക്രൂശാണ്. ആ ക്രൂശിനെ സഹിച്ചു മാനവജനതയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മഹാരക്ഷ ഒരുക്കുവാനിടയായിത്തീർന്നു. തീർച്ചയായും മടുപ്പനുഭവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ യേശു കർത്താവിനെ ധ്യാനിക്കുമ്പോൾ ആ മടുപ്പിനെ അതിജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന അളവറ്റ കൃപയും ദൈവിക ശക്തിയും ദൈവം പകരുവാനിടയായിത്തീരും. അതുകൊണ്ട് യേശുവിനെ നമുക്ക് ധ്യാനിക്കാം. സകല മടുപ്പിൽ നിന്നും നമുക്ക് എഴുന്നേൽക്കാം. ഈ വചനത്താൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.